എം.ആർ. ഗോപൻ നമ്മളോടൊപ്പം ഉണ്ട്, തിരുവനന്തപുരം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ്. ശ്രീ എം.ആർ. ഗോപൻ, ഇത് പൂർണ്ണമായും റെയിൽവേയുടെ ഉത്തരവാദിത്തമായിരുന്നു? തീർച്ചയായിട്ടും ഇത് ഈ അപകടത്തിൽപ്പെട്ട ജോയി എന്ന് പറയുന്ന 42 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സിന്റെയും മറ്റ് ജീവനക്കാർക്കും അനുമോദനം നടത്തുന്നു. കാരണം അവർ അത്ര ത്യാഗം ചെയ്യുകയാണ്. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നഗരസഭയുടെ ഈ ഭരണകൂടം ഇത്ര ലാഘവത്തോടെ ഒരാളുടെ ജീവൻ വെച്ചുകൊണ്ട് ഇത്ര ലാഘവത്തോടെ എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 200 മീറ്റർ മാത്രമാണ് ഈ ഓടയിലേക്ക് മാലിന്യം ഒന്ന് തമ്പടിച്ച് കൂടിയിരിക്കുന്ന റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗം. ഈ നഗരസഭയുടെ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്ന പ്രദേശം 200 മീറ്ററിനകത്ത് വരുന്ന ഭാഗമല്ല. ഈ കിടക്കുന്ന മാലിന്യം, ദൃശ്യത്തിൽ കാണുന്ന മാലിന്യം, നമുക്കറിയാം എത്രയോ വാർഡുകൾ ടച്ച് ചെയ്ത് നഗരസഭയുടെ ആമയിഴഞ്ചാൻ തോട് വരുന്ന ഭാഗങ്ങളിൽ കൂടി നഗരത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന മാലിന്യം കൂമ്പാരം നീക്കം ചെയ്യപ്പെടേണ്ടത് അത് ഗവൺമെന്റിന്റെയാണോ നഗരസഭയുടെയാണോ തർക്കിക്കപ്പെടാതെ നഗരഹൃദയത്തിൽ കൂടി പോകുന്ന ആ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നഗരസഭാ ഭരണകൂടത്തിന്റെ തന്നെയാണ്. അത് 200 മീറ്റർ അവശേഷിക്കുന്ന അവസാന ഭാഗത്ത് ഒഴുകിയെത്തുന്ന മാലിന്യം ഈ ഒഴുകിയെത്താതിരിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ട നഗരസഭ അത് ചെയ്യാതെ ഈ 200 മീറ്ററിനകത്ത് വന്ന അതിന്റെ ഉത്തരവാദിത്വം റെയിൽവേ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഈ നഗരസഭാ ഭരണകൂടം ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് വർഷത്തിൽ വരുന്ന ബഡ്ജറ്റിൽ അതിന്റെ സമ്പൂർണമായിട്ടുള്ള മാലിന്യം മുക്തമായിട്ട് അത് ക്ലീൻ ചെയ്ത് മാറ്റും എന്ന ബഡ്ജറ്റിനകത്ത് തുക വകയിരുത്തപ്പെടുന്നുണ്ട്. അതിൽ പ്രോജക്റ്റ് വെക്കപ്പെടുന്നുണ്ട്. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഗരസഭ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വെളിപ്പെടുത്തട്ടെ. എങ്കിൽ ഇത്രയും മാലിന്യം കുന്നുകൂടോ? ഈ ഭാഗത്ത് തന്നെ 200 മീറ്ററിനകത്ത് ജോയി എന്ന് പറയുന്ന 42 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഈ വാർഡിന്റെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തി കാല് വഴുതി ഇതിനകത്ത് വീണാൽ ഇതേ അവസ്ഥയിലേക്കുള്ള മാലിന്യ കൂമ്പാരമാണ് നഗരത്തിന്റെ ആമയിഴഞ്ചാൻ തോടിലുള്ളത്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നഗരസഭാ ഭരണകൂടം അവരുടേതായിട്ടുള്ള ഗവൺമെന്റിലെ ഈ ഗവൺമെന്റ് തലയിൽ വെക്കുകയാണെങ്കിൽ, മാത്രമല്ല എനിക്ക് ഈ ഓപ്പറേഷൻ അനന്ത പോലെയുള്ള പദ്ധതികൾ അവിടെ നടപ്പാക്കിയിരുന്നല്ലോ ശ്രീ എം.ആർ. ഗോപൻ, അല്ലെ? അതായത് തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ടൊക്കെ എനിക്കൊന്ന് മാലിന്യ നീക്കമൊക്കെ ഉണ്ടാകേണ്ടത്.